പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലങ്ങൾക്ക് ആവശ്യം കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലങ്ങൾക്ക് ആവശ്യം കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കിടവേ ജനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കിടവേ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടുമായി കിടവേ ജനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടുമായി കിടവേ ജനമുണർന്നിടുവാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
സേലങ്കുളം അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇൻറ്റൻഷൻസാണ്. ഇൻറ്റൻഷൻസ് അച്ഛൻ പറഞ്ഞത് അതാണ് ഈ അച്ഛന്മാരുടെ ഒരു ഗുണം. ഈ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പ് പ്ലേസിങ് ആയിരിക്കും. അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാമോ? അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ നമ്മൾ നിയോഗങ്ങൾ എഴുതത്തില്ലേ, അച്ഛൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ അച്ഛനിലൂടെ സംഭവിച്ചത് എന്താണ്? ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്നറിയാവോ? എന്നെ പരിശുദ്ധാത്മാവനാൽ നിറക്കണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കുറിഞ്ഞ് എന്താണെന്ന് മനസ്സിലായി. അപ്പം അച്ഛനെ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയിട്ടിരിക്കണ എന്താണ്? എന്നെ പരിശുദ്ധാത്മാവ് നിറക്കണമേ. അതെന്താണ്? ദൈവനിയോഗമാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ്. ഉടമ്പടിയിൽ ഇന്ന് ഞാൻ രാവിലെ ഒരു അച്ഛനോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലേ, സേലാങ്കുളം അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞാൻ ഈ രാവിലെ അച്ഛനോട് സംസാരിച്ചത്. അച്ഛനോട് പറഞ്ഞ, അച്ഛാ, ഉടമ്പടിയുടെ നിയോഗങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. മനുഷ്യനിയോഗങ്ങളുണ്ട്, ദൈവനിയോഗങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യനിയോഗങ്ങൾ എഴുതിയിരുന്നതുകൊണ്ടാണ് ഈ ഉടമ്പടി പലപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൂടി ആ ടേക്കപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വൈസ് അതിൻ്റെ അകത്ത് കറക്റ്റാണെങ്കിൽ ഇത് പെട്ടെന്ന് ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ILTC പഠനം പുരടംബിക്കണം, എന്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ദൈവത്തിന് ചോദ്യം ചോദിക്കാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്താണ് സ്വർഗത്തിന് പ്രയോജനമെന്ന്. അപ്പോൾ സീറോ ബെനിഫിറ്റ്സ് ആണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഗോഡ് ടേക്ക് അപ്പ് യുവർ മാറ്റർ? അതാ പ്രശ്നം. അതിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അച്ഛൻ നിയോഗം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടെയും. അപ്പോൾ അച്ഛനല്ലേ എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? നല്ല വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് അതായത് വിശ്വസ്തത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വിവാഹ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അലക്സച്ചനും കൂടി ഒരു വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങളെ കുറേ സഹായിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിരത്താനൊക്കെ അങ്ങനെയൊക്കെ കുറേ JCB ഉണ്ട്. 2005 ബന്ധമാണ്. ഇപ്പം മകളെ കല്യാണത്തിൻ്റെ സമയം, അപ്പോൾ കല്യാണത്തിന് വിളിച്ചപ്പോൾ കല്യാണത്തിന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിനോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴേ എല്ലാ ആൾക്കാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും മാറണമെങ്കിൽ, പണ്ട് കല്യാണത്തിന് മണവും ഗുണവും മാറണമെങ്കിൽ 5 കൊല്ലം എടുക്കും. ഇന്ന് 5 ദിവസം മതി ഇത് മാറാൻ. അത്രയേ ഉള്ളൂ. ടൈം എന്ത് കുറഞ്ഞു. മണവും ഗുണവും എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ ഭാഷയാണത് കേട്ടോ. അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആകർഷകമായ അട്രാക്റ്റീവ്നെസ്, അതാണ് മണവും ഗുണവും എന്ന് പറയുന്നത്. പണ്ടത്തെ അമ്മാമ്മമാരുടെ ഭാഷ. കല്യാണത്തിന് മണവും ഗുണമൊക്കെ മാറണമെങ്കിൽ പണ്ട് 5 കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം 5 ദിവസം എടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറസ് പോയിൻ്റാണ്. പിരിയുന്നവർക്ക് പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അവൻ്റെ നാമത്തിലാകുമ്പോൾ വിശ്വസ്തത ഇതിൻ്റെ മെയിൻ സംഭവമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസമല്ലേ? നിങ്ങളെ ആൾക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ഇവിടം വരെ വരുമോ? ഇനി തിരിച്ചു പോകണത് എന്താണ്? വിശ്വസ്തതയിൽ വളരാനാണ് തിരിച്ചു പോണത്, വിശ്വാസം വളരാനല്ല. നിങ്ങൾ വരണത് വിശ്വാസത്തിൽ ആണ് പോണത് വിശ്വസ്തതയിൽ വളരാനാണ് പോണത്. എന്താണ്? നിങ്ങൾ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട്. ആരാണ്? ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. കർത്താവുമായിട്ട് നിങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്. ഇനി നിങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയേണ്ടത് അത് എല്ലാ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള എല്ലാ കല്യാണത്തിലുള്ള വിശ്വസ്തത എന്താണ്? ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയണത്. ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പം PR ഉണ്ടാകുന്ന അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്ന് പറഞ്ഞ് ഇയാൾക്ക് PR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോകുന്നു. അവൾക്ക് PR ഇല്ല. PR എന്ന് പറഞ്ഞാൽ ഉടനെ പിരിയണേ. ഇതൊക്കെ അപ്പം നീ എന്തിനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിന്നത്? ഇയാൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെയുള്ള കാപഠ്യ മുഖങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, ഒന്നുറങ്ങിയ നേരം വെളുക്കത്തില്ല. നിങ്ങൾ ദൈവത്തിനെ വഞ്ചിച്ച് സാമ്പത്തികമായ വയറ്റിപ്പിഴപ്പിൻ്റെ പേരിലാണ് വിവാഹിതരായെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിനെ അറിഞ്ഞ വ്യക്തി ജീവിക്കുമ്പോഴേ കുറച്ച് പേയ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഓർക്കരുത്, ഇത് ഈ കുരിശുരൂപം എന്തിനാണ്? ഞാൻ എല്ലാവരും കുരിശുരൂപം വേണ്ട,
കുരിശ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരിശ് മതി കുരിശ് വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ എന്താണ് വലിയ കർത്താവിന് ഇങ്ങനെ കുരിശ് തറച്ച് അൾത്താറയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കണത് എന്തിനാണ്? പേയ്മെൻ്റാണിത്. ക്രിസ്തുവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ആലപ്പുഴ വരെ അല്ല, അതെവിടെയാണ്? നിത്യത വരെയാണ്. നിത്യത വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. ചില പ്രയാസങ്ങളും ചില പീഡാസഹനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വിശ്വസ്തതയല്ല. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിശ്വസ്തതയല്ല. മറിച്ച് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങളൊരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താവിനോട് പറയണം, ഈ കുഞ്ഞിനെ വളർത്തി പുണ്യവതിയാക്കി പുണ്യവാനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അൾത്താറെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുണ്ടാകണമെന്ന്. മനസ്സിലായില്ലേ? കർത്താവ് ഇവിടെ വരുമ്പോൾ അപ്പനെ കാണാനില്ല, അപ്പൻ ഡൈവേഴ്സിലാണ്. അമ്മയെ കാണാനില്ല, അമ്മ ഡൈവേഴ്സിലാണ്. വേറെ ഒരുത്തരും ഇവിടെ പൊറുക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അൾത്താറെ വരാൻ കാര്യം? നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കെട്ടിയവൻ്റെ കൂടെ പൊറുക്കാതെ അവനിലുണ്ടായ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഉടുത്ത് കെട്ടി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശ്വസ്തയോടെ നീ ഏറ്റെടുത്ത ജീവിത പങ്കാളി നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് റൈറ്റാണ് കർത്താവിന് മുമ്പിൽ വന്നത്? നീയാ ജീവിച്ച് വഴിപിഴച്ച് 4 കഴിയതിന് ശേഷം നിൻ്റെ മകളെ കർത്താവിന് വീണ്ടും പിഴപ്പിക്കാൻ വേണ്ടിയാണ് നീ പിശാച വരണത്. ഇത് ഒരു നടക്ക് പോകത്തില്ല. നിങ്ങളോട് പലരും പല രീതിയിൽ പറയും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഈ കാലത്തിൻ്റെ ഒപ്പം അനുസരിച്ച് പോകും. മനുഷ്യന് ജീവിതമാണ് വലുത്, ഒരു ജീവിതമേ ഉള്ളെന്നൊക്കെ പറയും. ഓർക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള പഴം വർത്തമാനങ്ങൾ, ഒരു ജീവിതമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേരുടെ നിത്യജീവിതം പിശാച് അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു ജീവിതമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിശാച് ഈ എത്രയോ മനുഷ്യരുടെ നിത്യജീവിതം അവതാളത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മിനിമം ഹോളി സ്പിരിറ്റ് വേണം. അതുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ, നിറക്കണമേ, നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാര്യം ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? കർത്താവ് പണ്ട് ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ? അത് വായിച്ചോളൂ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 8:22. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. മർക്കോസ് 8:22, 23, 24, 25, 26 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ കണ്ണുകാണാൻ മനുഷ്യനെ അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. കണ്ട എന്താ വിഷയം? ഇവിടെ അവസാനം പറഞ്ഞിരിക്കണത് എന്താ? ഗ്രാമത്തിൽ നിരപരാധികളുണ്ടല്ലേ അവിടെ. ദൈവത്തിൻ്റെ കൃപയിൽ വന്ന് നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വീട്ടിലും ഉണ്ടാകും, അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടാകും. ചിലർ പറയും ഇത് പ്രാർത്ഥിച്ചില്ലേലും നടക്കുമായിരുന്നു. അതാണ് ഗ്രാമം എന്ന് പറയണത്. മനസ്സിലായോ? പല്ലിലക്കാത്തമാരും ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പല്ലിളിക്കുകയും വെള്ളറി പിടിക്കുകയും ചെയ്യുന്ന ആർക്കാണ്? പിശാചിനാ. ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവിക പ്രവൃത്തികളല്ല എന്ന് പറയും. ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന വൃത്തികെട്ട ജീവിതങ്ങൾ തെറ്റായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ വിചാരണ ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത്?
ഒന്ന്, അവൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ പോരായ്മ. രണ്ടാമത്തെ കാര്യം അതല്ല, ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പേടിയാണ്. എന്താ കാര്യം? അവൻ ചെയ്തതെല്ലാം വെളിപ്പെടും. കുറച്ച് പേരുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞേ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പം പക്ഷേ വെളിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഇല്ല എന്ന് അവനെക്കൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ പാപത്തിൽ അവനെ അഭിരമിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായ ത്വര നിൽക്കുന്ന കാരണം നിങ്ങളുടെ ദൈവ അനുഭവത്തെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗ്രാമത്തിലും കൂട്ടായ്മയിലും നീ പ്രവേശിക്കരുതെന്ന് പറയും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഒരു വേർപാട് ജീവിതമാണ്. വേർപാട് ജീവിതം എന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കുന്ന ജീവിതമല്ല, ലോകത്തോടുള്ള വേർപാടാണ്. ലോകത്തോടുള്ള വേർപാട്. ഇപ്പം ലോകത്തിൽ ദൈവത്തിനേക്കാൾ അംഗീകാരമുള്ള, ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവത്തിൻ്റെ കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ, അംഗീകാരങ്ങൾ, അതിന് പത്രാസുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ലോകത്തിൽ അതിൽ അഭിരമിക്കുന്ന അനേകം മക്കളുണ്ട്. അധികാരത്തിൽ അഭിരമിക്കുന്നവരുണ്ട്. അവർ ആ കാര്യത്തിലെല്ലാം അവർ ആ വിഷയത്തിൽ സെക്യൂറാണ്. അപ്പോൾ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഫ്രസ്ട്രേഷൻ വരും. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇവർ തള്ളി മാറ്റുകയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലതിരിക്കുകയും റേഡിയോ മൊബൈൽ ഓഫ് ചെയ്യുകയും അങ്ങനെ നിങ്ങളെ നിഷേധിക്കുകയും അങ്ങനെ പല ഗ്രാമങ്ങളിൽ അങ്ങനെ പല അതാണ് 26 8:26 മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വേർപാട് ജീവിതമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ആൾക്കാർ വീണ് പോണത്. ഈ വേർപാട് ജീവിതം ആൾക്കാർക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച്. അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ വചനങ്ങളിലെല്ലാം ഈ വേർപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തെ നിരക്കാത്ത ജീവിത രീതികളും മനോഭാവങ്ങളും നിലപാടുകളും നയങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു കീപ്പ് എ റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ്. അത് ആദിമസഭയുടെ നിലപാടാണത്. മർക്കോസ് യാക്കോബിൻ്റെ 4:4 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. യാക്കോബ് 4:4 വിശ്വസ്തത പുലർത്താത്തവരെ. കേട്ടോ, യാക്കോബ് 4:4 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ. ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവരെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ഉടമ്പടി എടുത്ത ആൾക്കാരും പിന്നീട് ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ കൂട്ടായ്മയിലും അവർ പറയണം ശരിയാണല്ല, അതും ശരിയാണല്ല, ഇതും ശരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുതീർപ്പ് ചെയ്യും. ലോകത്തോട് ഒത്തുതീർപ്പാകും. ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോകത്തോടുള്ള മിത്രം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം എന്താ? നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിനോട് നമ്മളോട് വല്ലാത്ത ആകർഷണമുണ്ടാകും. ഇപ്പം ഈ ഞാൻ പറഞ്ഞ മാത്യു അച്ഛൻ്റെ വിഷയം എന്താ? അച്ഛനിൽ തന്നെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സുവിശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പങ്കുവെക്കണത്. അച്ഛൻ പങ്കുവെക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രചിരിമയുണ്ടല്ലോ, അതിങ്ങനെ പ്രജ്വലിക്കണ കാണാം. എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ അനാഥാലയത്തിലൊക്കെ ചെല്ലും. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലും. എന്നുവെച്ചാൽ അവർക്ക് ഫിസിക്കലി അച്ഛൻ പറയുന്നുണ്ടത് ദേ ആർ മെൻ്റലി റിട്ടാർഡഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. എന്നുവെച്ചാൽ അവർ മെൻ്റലി വെച്ചാൽ അവർ മാനസിക രോഗികളാണ്, പക്ഷേ അവരുടെ കൈയും കാലും പലതും ഇല്ല. അങ്ങനെ ഒരു ജന്മങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടാണ്. അവരെ കാണാൻ അച്ഛൻ പോകും. എന്താ കാര്യം? അച്ഛനിൽ പരിശുദ്ധാത്മാവുണ്ട്.
കാര്യം അച്ഛൻ എഴുതിയിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. അവിടെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ജോസഫച്ചൻ്റെ പ്രസംഗം കേട്ട് പോകുകയല്ലേ. അച്ഛൻ്റെ ഉള്ളിൽ തന്നെ കർത്താവിൻ്റെ വഴികളെ ഇതുപോലെയുള്ള വഴികളാണെന്ന് കണ്ടെത്തിയിട്ട് ഈ മെൻ്റലി റിട്ടാർഡഡിനെയും അതുപോലെ തന്നെ ഈ മനോരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കാണാൻ വേണ്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ സ്ഥിരമായി പോകും. ഒരു ദിവസം അച്ഛൻ അവിടെ സ്ഥിരമായി പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പയ്യന് കൊടുത്തു. അവൻ ചോദിച്ചു കുടിക്കാൻ ഇങ്ങനെ കാണിച്ച്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ വേണ്ടി കാണിച്ച്. അവന് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, ശുദ്ധവെള്ളം അച്ഛൻ അവനെടുത്ത് കൊടുത്ത്. അവിടെ എല്ലാത്തിനും അച്ഛൻ ഭക്ഷണം കൊടുക്കുകയും പലവരും. അപ്പോൾ ഒരുത്ത വെള്ളം ചോദിച്ച് അവന് കൊടുത്തു. ആ വെള്ളം കൊടുത്ത് അവൻ പകുതിയോളം അത് കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ കുടിക്കണവൻ. അറിയാമല്ലേ, മെൻ്റൽ റിട്ടയർഡ് ആൾക്കാർ തുപ്പൽ അങ്ങോട്ടിടും, അങ്ങോട്ട് വെച്ച് കുടിക്കും, പിന്നെ ഇടും. പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളവും ഗ്ലാസ് എടുത്ത് അച്ഛനെ മോന്നൊക്കെ എറിഞ്ഞ്. ഈ തുപ്പലും വെള്ളവും കൂടി അച്ഛനെ മേത്ത് വീണ്. അപ്പോൾ അച്ഛനൊരു കാഴ്ച കണ്ട്. ഇത് അച്ഛൻ ചിരിച്ച്. എന്താ അച്ഛൻ കണ്ടെന്നറിയാം? അത് ഉണ്ണീശയാണെന്ന് എനിക്ക് തോന്നിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മൂന്നാം കാഴ്ച എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച എന്ന് പറയും. അതായത് നമ്മളെ ശിക്ഷിക്കുന്നവരും നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നവരുണ്ട്. നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു പരത്തുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ കാണുന്നതിന് വേറെ ഒരു കാഴ്ചയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമം. ഇപ്പം തന്നെ ഈ കർത്താവ് ഇവനോട് ചോദിക്കണം, 23 എടുത്തേ, 8:23 എടുത്തേ, അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അന്ധന് കാഴ്ച നൽകുന്നതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവും. അത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു. നടക്കുന്നതായും കാണുന്നു. അപ്പൊ ഇവന്റെ ഒന്നാം കാഴ്ച എന്ന് വെച്ചാൽ ഇവന്റെ കണ്ണുകളിലെ, ഈ അന്ധന്റെ കണ്ണുകളിലെ, ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണം. എന്താ കാര്യം? ഇയാൾ മരത്തെ കാണുന്നുണ്ടെന്ന്. മരത്തെ ഇയാൾ കാണുന്നുണ്ടല്ലോ. പണ്ട് ഇയാൾ മരത്തെ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഏതോ കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണ്. മരത്തെയൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയാം ശരിക്കും. അപ്പം അയാൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണിൽ വെച്ച്. അത് ഒരു പാരമ്പര്യ ചികിത്സയാണ്. പാരമ്പര്യ ചികിത്സ എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ടുമരുന്നില്ല, വീട്ടുമരുന്നതൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ്. അത് കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു. അതാണ് ടൈലറിൻ്റെയൊക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള അവനെ ബോധ്യപ്പെടുത്തണമല്ല. അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹി ഡസൻ നോ എനിത്തിങ്. അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം. അതിന് കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീൽ ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്താ കാണുന്നത്? ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത്. പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ? മരങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് പറയണം. മരങ്ങളെപ്പോലെ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തിമുദ്ര അവൻ്റെ കണ്ണുകളിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, നീ കണ്ണു തുറന്നതെന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും, എന്താ പറയണത്? വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവൻ പറയണത്, ഇനിയും കാഴ്ചകൾ നീ കാണും. കാര്യം എന്താ? ഇതൊരു പ്രോസസ്സാണ്. ഇനിയും പ്രോസസ്സാണ്. ഇപ്പം അച്ഛൻ കാഴ്ച കണ്ടില്ലേ? തുപ്പലും വെള്ളമായിട്ട് അച്ഛനെ മോന്തക്കിട്ട് എറിഞ്ഞപ്പോഴേ അത് കുഞ്ഞാണ്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താ പറയണത്? അത് ഉണ്ണീശോ അങ്ങനെ കുഞ്ഞും പ്രായത്തിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന്. അച്ഛൻ ആ കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്തിയെന്ന്. അതാണ് മൂന്നാം കാഴ്ച. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ക്രിസ്തുവായിട്ട് കാണുന്ന ഒരു മൂന്നാം കാഴ്ചയുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രാമം പഴയ സാധനമാണ്. അവിടെ നമ്മളെ വീണ്ടും തന്നതുപോലെ ഇല്ലായ്മയായിട്ട് അവർ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ അനുഭവങ്ങളെ ഒരിക്കലും പന്നികളുടെ മുമ്പിൽ വിതരരുതെന്ന് പറയും. അതാണ് പ്രശ്നം. ഗ്രാമത്തിൽ പന്നി ഉണ്ടല്ല. കർത്താവിനെ അറിയാത്തവരും ഉദരം തന്നെ ദൈവമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേറെ ഒന്നും മനസ്സിലാകത്തില്ല. ബുദ്ധിയും യുക്തിയും മാത്രമേ ഉള്ളൂ ലോകത്തെന്ന് പറഞ്ഞിരിക്കുന്നവർ. ബുദ്ധി തന്നെ ദൈവമായിട്ടുള്ളവരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെയുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത തർക്കിക്കാനൊന്നും പോകണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? നീയും നിൻ്റെ ദൈവവും ദൈവാനുഭവങ്ങളും
അതേക്കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നീ എന്താ ചെയ്യേണ്ടത്? വളരണം. ബോധ്യത്തിൽ വളരണം. അപ്പം ഈശോ വളരെ കൃത്യമായ രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മുടെ വളർച്ച എന്ന് പറയണത് മറ്റ് വ്യക്തികളിലെ, പ്രത്യേകിച്ച് പണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മൾ കേൾക്കുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും വെറുപ്പും വൈരാഗ്യവും അമർഷവും തോന്നിയിരുന്ന സ്ഥാനത്ത് ദയയും നന്മയും വിശ്വസ്തതയും ആത്മസമയം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു പെരുമാറ്റ ശൈലി രൂപീകരിച്ച് തോന്നിക്കഴിഞ്ഞാൽ നീ 3-ാം കാഴ്ചയിലായി. ഉടമ്പടിയുടെ 3-ാം കാഴ്ച അതാണ്. ഗ്രാമത്തിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ അരൂപിൽ ജീവിക്കണമെന്നാണ്, ജീവിതം തുടരണമെന്നാണ്. അല്ലാതെ 90 ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിച്ചു ഇനി അച്ഛനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയരുത്. ഉടമ്പടി അതുക്കും മേലെയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഈശ്വരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. സമാപന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശക്തിപ്രാർത്ഥനയുടെ സമയമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകുന്ന ദൈവികമായ ഒരു സമയമാണിത്. പരിപൂർണമായി ആൾത്താരെ മനസ്സർപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം, ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം, ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയം. വിശ്വസ്തയുടെയും വിശ്വാസത്തോടെയും നേടിയെടുക്കാൻ വേണ്ടി കർത്താവിന്റെ ദുരുസേന ഭയത്തോടെയും വിറയലോടെയും നിൽക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യ സുഖപ്പെടുത്തിയവനെ, മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം, ആണിപ്പെടുതാർന്ന അഭിഷേകരം എന്റെ ശിരസിൽ വെക്കണമേ, എന്റെ ശിരസിൽ വെക്കണമേ. കർത്താവേ, അടിപ്പിണർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഉച്ച മുതല് ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. അത്ഭുത ശക്തി, ദൈവിക ശക്തി ഉച്ച മുതല് ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ, കർത്താവിന്റെ കൃപ നിറയട്ടെ. ശരീരത്തിന് മുഴകള്, ശരീരത്തിലെ സിസ്റ്റുകള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴ് അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസർ രോഗികള്, കരളുരോഗികള്, തൈറോയ്ഡ് രോഗികള്, ട്രാൻസ്ലേറ്റ് രോഗികള്, വെന്റിലേഷൻ രോഗികള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവിക ശക്തിയാൽ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹരികേ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. അരികിൽ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പഴുതാർന്ന അത്ഭുതകരം ഈ നിമിഷം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, ശിരസിൽ വെക്കണമേ. അടിപ്പിടർ പോലെ ആഘാതം പോലെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്ക്, ഓരോ പേശികളിലേക്ക്, ഓരോ ഞരമ്പുകളിലേക്ക്, അസ്ഥിരന്ധനങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം പടരട്ടെ. അസ്ഥിരന്ധനങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം പടരട്ടെ. ക്യാൻസർ രോഗങ്ങള്, രോഗങ്ങള്, ഉദരാശ രോഗങ്ങള്, ഈശോയുടെ രോഗങ്ങള്, രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, ആമാശ രോഗങ്ങള്, കുടലിന്റെ ചുരുക്കങ്ങള്, കുടലിന്റെ അൾസറ്, എല്ലാ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, ജനിതക രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹരിവരേ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. ഹരിവരേ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശിരസ് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. ജോലിയില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ. വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, കർത്താവ് ഒത്തുവന്ന വിവാഹം കർത്താവേ വിടുവിച്ച് കർത്താവേ ഡൈവേഴ്സായി പോകുന്നവര്, കുടുംബക്കോടതി കേസിരിക്കുന്നവര്, സ്ഥലത്തിന്റെ കേസുകള്, അതുപോലെ തന്നെ പല ഭാഗോടമ്പയുടെ കേസുകള് കർത്താവ്, പലതരത്തിൽ വിദേശ ജോലികൾ നഷ്ടപ്പെടുന്നവര്, വിസ നഷ്ടപ്പെടുന്നവര്, വിസ പുതുക്കി കിട്ടാത്തവര് കർത്താവ്, അവിടെ PR ലഭിക്കാത്തവർ, നാട്ടിൽ കർത്താവ് ജോലി ഇല്ലാത്തവര്, ഗവൺമെന്റ് ജോലിയും അതുപോലെ നാട്ടിലുള്ള മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങള്, അവ മൂലം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകള്, ഓരോ വിഷയങ്ങൾ കർത്താവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, കുഞ്ഞുങ്ങള്, SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, മറ്റ് ഉന്നത പരീക്ഷകള്, മറ്റ് പരീക്ഷകള്, അതുപോലെ ബോർഡ് എക്സാം, അതുപോലെ തന്നെയുള്ള ഓരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അത് പരാജയപ്പെട്ടുപോയവര്, പലവട്ടം പരാജയപ്പെട്ടവര്, സങ്കടപ്പെട്ട് ജീവിക്കുന്നവര്, എല്ലാവരും തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അഭിഷേകം വിശുദ്ധയുടെ വിജ്ഞാനത്തിന്റെ വിജയത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്വാലയാ റൂഹായേ വരേവേ. ജ്വാലയാ റൂഹായേ വരേവേ. ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ.
റൂഹായേ വരേണമേ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദത്തിന് സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കൊളോസസ് 3:10 തിരുവചനം അനുസരിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന്. ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി, അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക. രണ്ടാമതായി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത്. ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിന്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.